അപ്പോഴും എൻ്റെ മനസ്സിൽ വന്നൊരു വചനമുണ്ട്, മനുഷ്യന് അസാധ്യമായത് എന്തും ദൈവത്തിന് സാധ്യമാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ലൂക്ക 1:37 വന്ന ആ ഒരു വചനം എൻ്റെ മനസ്സിൽ അങ്ങനെ വരികയും ചെയ്തു. പിന്നെ ഈ വിസ റിജക്റ്റ് ആയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ മെഡിക്കൽ കഴിഞ്ഞ് കറക്റ്റ് 2 മാസമാവാൻ പോവുക, 10 ദിവസത്തോടെ ബാലൻസേ ഉള്ളൂ. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ആകെ 10 ദിവസമുള്ളൂ മെഡിക്കൽ തീരാൻ വേണ്ടിയിട്ട്, അതിനു മുമ്പ് ഈ വിസ ശരിയായിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് വീണ്ടും ഒരു മെഡിക്കൽ ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി തരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഏജൻസിയിൽ നിന്ന് എന്നോട് പറഞ്ഞത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ചിലപ്പോൾ 2 വീക്കൊക്കെ എടുക്കുമെന്നുള്ളത്. പക്ഷേ എന്തെന്ന് അറിയത്തില്ല, അത്ഭുതം കൊണ്ടെന്ന് അറിയാം, അമ്മയുടെ 3-ാം ദിവസം, ഞാൻ ഈ പ്രാർത്ഥിച്ച് 3-ാം ദിവസം എൻ്റെ വിസ അടിച്ച് അവിടുന്ന് വരികയും, അത് അമ്മയുടെ ഒരു ടൈം ഷോർട്ടനിങ് ആണ് ഇതിനകത്ത് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് അത്, ഇല്ലെങ്കിൽ ആ ഒരു കൃപയിൽ എനിക്ക് നടക്കത്തില്ല. അങ്ങനെ എൻ്റെ വിസ അടിച്ച് വരികയും അതിനുശേഷം എൻ്റെ കോൺട്രാക്റ്റ് അവിടുന്ന് വരികയും ചെയ്തു. ഇനിയിപ്പം അവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറി ഇനി ഈ വരുന്ന ആഴ്ച എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത ആഴ്ച തന്നെ സൗദിയിലേക്ക് പോകുന്നതാണ്. അപ്പം ഇത് വലിയൊരു അനുഗ്രഹമാണ്, അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം ഇല്ലെങ്കിൽ മാത്രം, ഈ കൃപയും ഇല്ലെങ്കിൽ എനിക്ക് ഇതൊരു കാരണവശാലും കിട്ടുകയില്ല, ഇത് ചെയ്യപ്പെടുവാനാവില്ല.